599 എന്ത് കൂട്ടിയാൽ 5 കിട്ടും? ചോദ്യത്തിൽ എന്ത് കൂട്ടിയാൽ എന്നുണ്ടെങ്കിൽ ഉത്തരം കാണാൻ എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ളതെന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുമ്പുള്ളത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 5 5 കുറച്ചാൽ മതി. നമുക്കിതിനെ 5 ഈ 100നെ 99 + 1 ഇടാം. 99 ഒന്നും കൂട്ടിയാൽ 100. 5 പകരം 5 + 1 കുറയ്ക്കണം 5 കൃത്യംഗ നിയമത്തിൽ ഏഘാതം m + n എന്ന് പറഞ്ഞാൽ ഏഘാതം m × ഏഘാതം n ആണ്. ഏഘാതം m + n നമുക്ക് പിരിച്ചിട്ട് എന്തെഴുതാം? ഏഘാതം m × ഏഘാതം n എഴുതാം. അതുപോലെ 5 + 1 എന്തായിരുന്നു? ഏഘാതം m + n ഏഘാതം m എന്നെഴുതി. അതായത് ഇവിടെ 5 × ഏഘാതം ഏഘാതം n × 5 × 1. 5 × 99 + 1നെ 5 × 99 × 5 × 1 എന്നെഴുതി. കുറയ്ക്കണം ഇവിടെ 5 × 99 എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെറുതെ × 1 ഇടാം. കാരണം 1 കൊണ്ട് ഗുണിച്ചാൽ മാറ്റില്ല. കണക്ക് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു പദം, ഇവിടെ ഒരു പദം, ഇതിൽ രണ്ടിലും വരുന്നത് എന്താ? 5 × 99 രണ്ടിലും ഉണ്ട്. 5 × 99 അത് കോമൺ ഫാക്ടറായിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 5 × 99 പൊതു ഘടകമായിട്ട് രണ്ടും കൂടി നമ്മൾ പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ ഇത് പുറത്തെടുത്താൽ ഇവിടെ എന്താണത്? 5 × 1. ഇടയിൽ ചിഹ്നം കുറയ്ക്കണം. ഇത് പുറത്തെടുത്താൽ ഇവിടെ എന്താണുള്ളത്? 1. അപ്പോൾ 5 × 99 ഇൻറ്റു ബ്രാക്കറ്റായിട്ട് ഇൻറ്റു ആണ്. 5 × 1 എത്രയാണ്? 5 ആണ്. 5 × 1 പറഞ്ഞാൽ 5 ഒരു പ്രാവശ്യം. അപ്പോൾ 5 1 കുറച്ചാൽ 4. അപ്പോൾ ഉത്തരം 5 × 99 × 4. അതായത് 5 × 99 5 × 99 × 4 കൂട്ടിയാൽ 5 × 100 കിട്ടും.